വർഷക്കാലമായി നമ്മുടെ മനസ്സറിഞ്ഞ നമ്മുടെ സ്വന്തം വെഡിങ് സെന്റർ ലൈബ വെഡിങ് സെന്റർ. വില വളരെ കുറവാണ്. ലൈബ വെഡിങ് സെന്റർ, പൂക്കോട്ടുംപാടം, വണ്ടൂർ, കരുവാരുകൊണ്ട്. ചുരുങ്ങിയ ചിലവിൽ കുഴൽക്കിണർ കുഴിച്ച് പമ്പ് സെറ്റ് ഫിറ്റ് ചെയ്ത് കൊടുക്കുന്നു. 5, 6, 7 എന്നീ അളവുകളുള്ള ISI മുദ്രയുള്ള പൈപ്പുകൾ ഉപയോഗിച്ച് കുഴിച്ചു കൊടുക്കുന്നു. ശാസ്ത്രീയമായ രീതിയിൽ സ്ഥാനനിർണയം നടത്തി കുഴൽക്കിണർ കുഴിച്ചു കൊടുക്കുന്നു. പ്രമുഖ കമ്പനികളുടെ മോട്ടോറുകൾ, പമ്പ് സെറ്റുകൾ കുറഞ്ഞ ചിലവിൽ ഫിറ്റ് ചെയ്ത് കൊടുക്കുന്നു. ഇലക്ട്രിക്കൽ, പ്ലംബിംഗ്, സാനിറ്ററി എന്നിവ മിതമായ നിരക്കിൽ ലഭിക്കുന്നു. മദീന ബോർവെൽസ് ഇലക്ട്രിക്കൽ, പ്ലംബിംഗ് ഹാർഡ്വെയർ, പെരിന്തൽമണ്ണ, പാണ്ടിക്കാട്, കൊപ്പം. ഫോൺ 7510 616 130 9846 424 518 9846 616 130. വാണിയമ്പലം ഓൺലൈൻ ന്യൂസിലേക്ക് സ്വാഗതം. വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പോരൂർ കിഴക്കേക്കരയിൽ നിർമ്മിച്ച വിജ്ഞാനവാടി കേന്ദ്രം വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് BK ഹസ്കർ ആമയൂർ ഉദ്ഘാടനം ചെയ്തു. വളരെ സന്തോഷമുണ്ട്. കാരണം നമ്മൾ ഈ ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതി നിലവിൽ വന്നിട്ട് ഞങ്ങൾ ഈ റോഡ്, തോട് ഉൾപ്പെടെയുള്ള അടിസ്ഥാന സൗകര്യങ്ങൾക്ക് അപ്പുറത്തേക്ക് ഞങ്ങൾ ഇത്തരത്തിലുള്ള കുറച്ച് പദ്ധതികളൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു ഭാഗങ്ങളാണ് ഇപ്പോൾ ഇവിടെ സൂചിപ്പിച്ച പോലെ തന്നെ ഓപ്പൺ ജിമ്മുകൾ, എനി ടൈം വാട്ടർ മെഷീനുകൾ, അതുപോലെ തന്നെ വയോജന പാർക്കുകൾ, വിജ്ഞാനവാടി കേന്ദ്രങ്ങൾ, ഇത്തരത്തിലുള്ള ഒട്ടനവധി കാര്യങ്ങൾക്ക് ഊന്നൽ നൽകിക്കൊണ്ട് അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അത് ഏറെക്കുറെ 90% നല്ലൊരു വിജയമാണ്. ഇപ്പോൾ ശിവേട്ട സൂചിപ്പിച്ച ഈ വിജ്ഞാനവാടി കേന്ദ്രം എന്നുള്ളൊരു കൺസെപ്റ്റ് നമ്മുടെ ബ്ലോക്കിൽ മാത്രമല്ല മലപ്പുറം ജില്ലയിൽ ആദ്യമായി കൊണ്ടുവരുന്നത് ഒരുപാട് കാലങ്ങൾക്ക് ശേഷം വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്താണ്. അതെൻ്റെ നാട്ടിലാണ് ഇത് കൊണ്ടുവന്നത്. അങ്ങനെയാണ് ശിവേട്ടൻ ഇത് എന്തായാലും ഇവിടെ സ്ഥാപിക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവിടെ ചെയ്തത്. ഏതായാലും വളരെ മനോഹരമായിട്ടാണ് ഇത് നിർമ്മാണം നടത്തിയിട്ടുള്ളത്. ഇനി 3ാമതൊരു വിജ്ഞാനവാടി കേന്ദ്രം ഒന്നുകൂടി ഉള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു കൊണ്ടുവന്നത് എന്താ വെച്ചാൽ ഈ ബ്ലോക്ക് പഞ്ചായത്തിലെ ഈ 6 പഞ്ചായത്തുകൾ കൂടി 2ാമത്തെ സ്ഥലത്താണ് ഈ വിജ്ഞാനവാടി കേന്ദ്രമുള്ളത്. ഇതിൻ്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. എനിക്കിവിടെ സൂചിപ്പിക്കാനുള്ളത് ഇത് ഉപയോഗപ്പെടുത്തുന്ന രീതിയെക്കുറിച്ചും പറഞ്ഞു. നമ്മളിത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുക എന്നുള്ളത് ഒരു മെമ്പർ എന്നുള്ള നിലക്ക് ശിവേട്ടനോ അല്ലെങ്കിൽ വാർഡ് മെമ്പർക്കോ മാത്രം കൊണ്ട് കൈകാര്യം ചെയ്യുന്ന രീതിയിലല്ലാതെ നമ്മുടെയൊക്കെ ഒരു പൊതു ഇടമായിട്ട് കാണാനുള്ള ഒരു വേദി, ഇപ്പോൾ അദ്ദേഹം ഇവിടെ പറഞ്ഞല്ലോ, ഒരു പൊതു ഇടമായിട്ട് കാണാനുള്ള ഒരു ഉപയോഗപ്പെടുത്തുന്ന രീതിയിൽ നിങ്ങൾ കാണണം എന്നുള്ളതാണ്. പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരസമിതി അധ്യക്ഷൻ V ശിവശങ്കരൻ അധ്യക്ഷത വഹിച്ചു. വാർഡംഗം KK ചന്ദ്രാദേവി, PK അരുൺ, P ഗീത എന്നിവർ സംസാരിച്ചു. വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്തിൽ 2ാമത്തെയും പോരൂർ ഗ്രാമപഞ്ചായത്തിൽ 1ാമത്തെയും കേന്ദ്രമാണിത്. പ്രദേശത്തെ ജനങ്ങൾക്ക് വിനോദത്തിനും വിജ്ഞാനത്തിനും ഉതകുന്നതാണ് കേന്ദ്രം. സർക്കാരിൻ്റെയും മറ്റും അപേക്ഷകൾ ഓൺലൈനായി കേന്ദ്രത്തിൽ നിന്ന് അപേക്ഷകൾ നൽകാവുന്നതാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കും വിനോദത്തിനും വിജ്ഞാനത്തിനും ഉതകുന്ന രൂപത്തിൽ വായനാശീലം വളർത്തുക എന്ന ലക്ഷ്യത്തോടുകൂടി പുസ്തകങ്ങൾ കൂടി കേന്ദ്രത്തിലുണ്ട്. ഇനിയും മറ്റ് സേവനങ്ങൾ കൂടി കേന്ദ്രത്തിൽ നിന്ന് ജനങ്ങൾക്ക് ലഭിക്കാൻ വേണ്ട നടപടി സ്വീകരിക്കുമെന്ന് ഡിവിഷൻ അംഗം V ശിവശങ്കരൻ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, പോരൂർ. വെള്ളം കെട്ടി നിൽക്കുന്ന ഒഴിവാക്കുക. അതേപോലെ തന്നെ വീടുകളൊക്കെ ആഴ്ചയിൽ ഒരു ദിവസം എങ്കിലും ഡ്രെയിനേജ് ആചരിച്ചുകൊണ്ട് നമ്മൾ വീടുകൾ വെള്ളം കെട്ടി നിൽക്കുന്നതും അതേപോലെ പ്ലാസ്റ്റിക് സാധനങ്ങളൊക്കെ ഉള്ളത് ഒഴിവാക്കിക്കൊണ്ട് നമ്മൾ വീടും പരിസരം ശുദ്ധീകരിച്ചു കഴിഞ്ഞാൽ തന്നെ ഒരു പരിധി വരെ നമുക്ക് രോഗങ്ങൾ വരാതെ മുൻകരുതൽ എന്ന രീതിയിൽ നമുക്ക് ചെയ്യാൻ സാധിക്കും. എല്ലാവരും ഇപ്പോൾ പുതിയ ഭക്ഷണ രീതി ആയതുകൊണ്ട് തന്നെ പ്രതിരോധ ശക്തി വളരെ കുറവാണ് നമ്മൾക്ക്. ആ പ്രതിരോധ ശക്തി ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ നമ്മൾ നല്ല ആഹാരം കഴിക്കുകയും നല്ല ഈ പനി പോലത്തെ രോഗങ്ങളൊക്കെ വരുമ്പോൾ സ്വയം ചികിത്സിക്കാണ്ട് ഡോക്ടറുമായി ബന്ധപ്പെട്ട് 6 ദിവസം വളരെ ചിട്ടയോടുകൂടി ഇന്നെങ്കിൽ മാത്രമേ
അത് കൂടുതൽ ഗൗരവത്തിലേക്ക് ആകാണ്ട് നിൽക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് എല്ലാ ആളുകളും ഇന്ന് തന്നെ മഴക്കാലം 28-ാം തീയതി തൊട്ട് തുടങ്ങുമെന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ഓരോരുത്തരും, നമ്മളിവിടെ കേൾക്കുന്ന ആളുകൾ മാത്രമല്ല, നമ്മൾ മാത്രമല്ല മറ്റു ആളുകൾക്ക് ഇത് എത്തിച്ചു കൊടുക്കുകയാണ് ഇതിന്റെയൊക്കെ ലക്ഷ്യങ്ങൾ. ഇങ്ങനെ ഒരു അങ്ങാടിയിൽ വെച്ച് ഈ പരിപാടി നടത്തുമ്പോൾ മറ്റു ആളുകളിലേക്ക് ഇങ്ങനെ ഡെങ്കിപ്പനി എന്താണെന്നും എങ്ങനെ പടരും എന്നുള്ളതും അത് വരാനുള്ള കാരണങ്ങളൊക്കെ പറ്റി വളരെയധികം വിശദീകരിക്കുന്നതിന് വേണ്ടി ഇതിന്റെ ഉദ്യോഗസ്ഥന്മാരോട് ഉണ്ട്. അതുകൊണ്ട് അത് കേട്ട് മനസ്സിലാക്കി മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുന്ന രീതിയിൽ നമ്മുടെ പഞ്ചായത്ത് ഡെങ്കിപ്പനി ഇല്ല എന്ന് വരുത്തുന്നതിന് വേണ്ടി എല്ലാവരും സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് ഈ പരിപാടി ഉദ്ഘാടന നിർത്തുന്നു. നന്ദി, നമസ്കാരം.